ഇവിടെ നിൽക്കണം, ഞാൻ വരുന്നത് വരെ വേറെ എങ്ങോട്ടും പോകരുത് എന്നൊരു പറച്ചിൽ നമ്മുടെ ഉള്ളിലെ കുട്ടി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വരാൻ കുറച്ച് വൈകുമ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇവിടെ നിൽക്കണോ, അന്വേഷിച്ചു പോകണോ എന്ന കൺഫ്യൂഷൻ, അവിടെ നിന്ന് മാറിയാൽ തിരിച്ചു വരുമ്പോൾ കണ്ടില്ലെങ്കിലോ എന്ന പേടി, മാറിയില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാതായാലോ എന്ന പേടി. ഈ പേടികളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ എപ്പോഴത്തെയെങ്കിലും ഒക്കെ പേടി സ്വപ്നമല്ലേ? ആ ഒരു വാചകത്തെ മുൻപോട്ടും പിൻപോട്ടും എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയാണ് ബാലൻ. ബാലൻ എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. ബാലന്റെ ഇൻട്രോ സീന് വളരെ ഗംഭീരമാണ്. ഒരു അമ്മയും കുട്ടിയും. അമ്മ കുട്ടിക്ക് മനോഹരമായ ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥ പുരോഗമിക്കുമ്പോഴാണ് കഥയിലെ ട്രാജഡിക്കൊപ്പം അതൊരു ജയിൽ മുറിയാണെന്ന ട്രാജഡിയും ദൃശ്യമാകുന്നത്. ജയിലിൽ വെച്ച് പ്രസവിച്ച ഒരു കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും. ഒട്ടും സാധാരണമല്ലാത്ത അവരുടെ ജീവിതമാണ് ബാലൻ എന്ന സിനിമ പറയുന്നത്. ജയിലിൽ നിന്ന് കിട്ടിയ ഒരു എൻജിഒയുടെ നമ്പർ വേസ്റ്റ് ബിന്നിൽ ഇടുന്ന അമ്മ കഥാപാത്രം കുറച്ചധികം കോംപ്ലക്സ് ആയ ഒരു കഥാപാത്രമാണ്. നമ്മൾ ഓരോ കഥാപാത്രത്തെയും കാണുന്നതും അളക്കുന്നതും നമ്മുടേതായ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ആ അമ്മയുടെ ഓരോ യാത്രയിലും നമ്മൾ അവരെ ജഡ്ജ് ചെയ്തു പോകും. ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ലാത്ത, ജയിലിൽ പോയിട്ടില്ലാത്ത, അബ്യൂസ് അനുഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ സ്വന്തമായിട്ടുള്ള നമുക്ക് ആ അമ്മയുടെ തെറ്റായ ചുവടുകളെ, ഒട്ടും റാഷണൽ ഇല്ലാത്ത തീരുമാനങ്ങളൊക്കെ ജഡ്ജ്മെന്റലായി നോക്കിക്കാണാൻ കഴിയും. ഈ സിനിമയിൽ ആ അമ്മ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അന്നേരത്തെ അതിജീവനം എന്ന ഒറ്റ പോയിന്റിൽ നിന്നെടുക്കുന്നതാണ്. അവ ഒട്ടും ലോജിക്കൽ അല്ല. പക്ഷെ എന്തുകൊണ്ട് അവർ അങ്ങനെ എന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയും. വളരെ ക്ലവർ ആയ ഒരു എഴുത്താണ് ആ കഥാപാത്ര സൃഷ്ടിയിൽ നമുക്ക് കാണാൻ കഴിയുക. നിങ്ങൾ ജഡ്ജ് ചെയ്യാനും നിൽക്കണ്ട, പക്ഷം ചായാനും നിൽക്കണ്ട, ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കൂ എന്ന് പറയുന്ന ഒരു എഴുത്ത്. സിനിമയിൽ ഒരിടത്ത് അമ്മയുടെ കഥാപാത്രം പറയുന്നുണ്ട്, അവൻ എന്നെ പോലെ അടിമയാകാനും പാടില്ല, അച്ഛനെ പോലെ രാക്ഷസനാകാനും പാടില്ല എന്ന്. അങ്ങനെ അത് രണ്ടും ആവരുത് എന്ന അമ്മയുടെ ദൃഢനിശ്ചയം അവനിൽ ഉണ്ടാക്കുന്നത് സ്ഥിരതയില്ലാത്ത ഒരു ബാല്യമാണ്. അതിന്റെ ഒപ്പം ഇത്തിരി കള്ളത്തരങ്ങളും ബുദ്ധിപൂർവ്വം കാണിക്കാനുള്ള ഒരു കഴിവും ആ ജീവിതം അവനെ പഠിപ്പിക്കുന്നുണ്ട്. ആളെ മനസ്സിലാക്കാതിരിക്കാൻ കുപ്പായം ഒളിപ്പിക്കുന്നത്, ഹൈഡ് ആൻഡ് സീക്ക് കളിച്ച് രക്ഷപ്പെടുന്നത്, അബ്ബയുടെ കളവ് മുതൽ മോഷ്ടിച്ച് തിരികെ കൊടുക്കുന്നത്, അങ്ങനെ ആ പ്രായത്തിൽ കിട്ടാൻ വഴിയില്ലാത്ത ചില കുഞ്ഞു ക്രിമിനൽ സ്വഭാവം അവനിലുണ്ട്. അവൻ അമ്മ ചില്ലറക്കാരിയല്ല എന്നൊരു ബോധവും അവനിലുണ്ട്. അമ്മാമ്മയെ കാപ്പിയിൽ വിഷം കൊടുത്ത് കൊല്ലാൻ പറയുന്നിടത്തൊക്കെ ഇത് കാണാം. സാധാരണമല്ലാത്ത ഒരു കുട്ടിക്കാലം ലഭിച്ച ആ കുട്ടിയിലെ സർവൈവൽ ഇൻസ്റ്റിങ്ക്ട് മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമല്ലോ. അങ്ങനെയുള്ള ആ വ്യത്യാസമൊക്കെ വളരെ നന്നായി തന്നെ കഥയിൽ വരുന്നുണ്ട്. സിനിമ കാണുമ്പോഴൊക്കെ ഈ അമ്മ എന്തിനാണ് പാസ്റ്റിനെ ഇങ്ങനെ പേടിക്കുന്നത്, അങ്ങ് ഫേസ് ചെയ്ത് ജീവിച്ചൂടെ, അതല്ലേ കുട്ടിയുടെ സ്റ്റെബിലിറ്റിക്ക് നല്ലത് എന്ന് മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ സ്വന്തം പാർട്ട്ണറെ കൊന്നു എന്ന ആ കഥ സത്യമാണെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിലുള്ള പേരും കുപ്രസിദ്ധിയും എത്ര വലുതായിരിക്കും. നോർമലായ ഒരു ജീവിതം സാധ്യമാകുമോ? അച്ഛനെ തല്ലിക്കൊന്ന അമ്മയുടെ മകൻ എന്ന ലേബൽ അവനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ആ ഒരു ലേബലിൽ നിന്നും ഒളിച്ചോടാനായിരിക്കുമോ അവർ ഈ മണ്ടത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത്? സിനിമയിൽ സൊസൈറ്റി മൊത്തം വില്ലൻ എന്നൊരു നരേറ്റീവ് ഒന്നുമില്ല. പകരം സൊസൈറ്റിയെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയാണ് കാണിക്കുന്നത്. അമ്മയോടും മകനോടും കരുണ കാണിക്കുന്ന കുറെ പേര് സിനിമ കാണിക്കുന്നുണ്ട്. അതുപോലെ പവിത്രൻ എന്ന പോലീസിലെ വില്ലത്തരത്തിലും ഒരു സ്ഥിരം വില്ലൻ പാറ്റേൺ അല്ല പിടിച്ചിരിക്കുന്നത്. ആ ടൈപ്പ് മനുഷ്യന്മാരെ നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടാകാം എന്നൊരു പ്രതീതിയുണ്ട്. അവസാനത്തെ ആ റിവഞ്ച് കുറച്ച് എക്സ്ട്രീം ആണെങ്കിൽ പോലും. ഇനി അമ്മയും മകനും തമ്മിലുള്ള ആ ബോണ്ട് നോക്കാം. ആ അമ്മ ടോക്സിക് ആണ്, അവർ മകനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കളിപ്പാവയാക്കിയിരിക്കുകയാണ് എന്നൊക്കെ ചിലർ പറഞ്ഞത് കണ്ടു. ട്രോമ, അബ്യൂസ്, അരക്ഷിതാവസ്ഥ, ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇതൊക്കെ ഒരു ലൂപ്പ് പോലെ പലപ്പോഴും പ്രവർത്തിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പോലെയാണ് എനിക്ക് ബാലനിലെ അമ്മ മകൻ ബോണ്ട് തോന്നിയത്. ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ പെടുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു വ്യക്തി അതിനിടയിൽ എപ്പോഴോ പ്രഗ്നന്റ് ആകുന്നു എന്നതും പിന്നീട് ഒരു കുട്ടിയെ വളർത്തേണ്ടി വരുന്നു എന്നതും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ ഒരു അവസ്ഥയാണ്. അതിന്റേതായ എല്ലാ പ്രശ്നങ്ങളും ആ ബന്ധത്തിലും കാണും. അതായത് സ്നേഹം, ടോക്സിസിറ്റി എന്നത് പലപ്പോഴും എതിർവശത്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണെന്ന് തോന്നിയാൽ പോലും അത് എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. സ്നേഹം പ്ലസ് ടോക്സിസിറ്റി എന്ന ഭീകരമായ മറ്റൊരു അവസ്ഥയുണ്ട്. ആ ടോക്സിസിറ്റി ചിലപ്പോൾ അത് തരുന്നയാൾ പോലും മനസ്സിലാക്കുന്നുണ്ടാകില്ല. ഈ കഥയിലെ അമ്മ ആ മകനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും മകനെ തെരുവിലേക്കാണ് എത്തിക്കുന്നത്. സ്നേഹം പ്ലസ് ടോക്സിസിറ്റി എന്ന അവസ്ഥ ഏറ്റവും മഹത്തായ ബന്ധമായ അമ്മ മകൻ ബന്ധത്തിലൂടെ തന്നെ കാണിച്ചു തരുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. താനും തന്റെ വഴിയും മാത്രമാണ് തന്റെ മകനെ രക്ഷിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്ന രീതിയിലാണ് ആ അമ്മ ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് റാഷണലായി ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവരുടെ സ്നേഹം വളരെ ഇന്റൻസ് ആണ്. അവരുടെ ആഗ്രഹവും മകൻ എന്താകണമെന്ന ചിന്തയും അതുപോലെ തന്നെ വളരെ ഇന്റൻസ് ആണ്. അക്കാര്യത്തിൽ അവർ വളരെ കർക്കശക്കാരിയുമാണ്. സ്നേഹം എന്നത് പ്രൊട്ടക്ഷൻ മാത്രമാണ് എന്നതാണ് അവർ ജീവിതം പഠിപ്പിച്ചത്. ഒരു പക്ഷേ പ്രൊട്ടക്ഷൻ കിട്ടാത്തത് കൊണ്ടാകാം. അങ്ങനെയുള്ള ആ ഒരു സൈക്കോളജിയെ വളരെ മനോഹരമായി ഈ സിനിമ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രകടനത്തിലേക്ക് വന്നാൽ ബാലനും അമ്മയും ഗംഭീരം. ഫർഹാന എന്ന നായികയിലാണ് ഈ സിനിമയുടെ വിജയം ഇരിക്കുന്നത് എന്ന് തന്നെ പറയാം. അബ്ബയായി വന്ന ടോവിനോയുടെ പ്രകടനവും അതിഗംഭീരം തന്നെ. അൺഎക്സ്പെക്ടഡ് ആയിരുന്നു രൂപം കൊണ്ടും ഭാവം കൊണ്ടും. ബാലനായി വന്ന രണ്ടുപേരും കൊള്ളാം. കുഞ്ഞു ബാലൻ കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞപ്പോൾ വലിയ ബാലൻ പ്രകടനം കൊണ്ട് നമ്മൾ ഇമോഷണൽ ആക്കി കളഞ്ഞു. ബീന ആന്റണി, അമ്മാമ്മയായി വന്ന നടി എല്ലാവരും ഗംഭീരമായിരുന്നു. മൊത്തത്തിൽ സിനിമയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ കൊള്ളാമായിരുന്നു. ആ ബസ് ഇറങ്ങി നടക്കുന്ന സ്ഥലം, ടോവിനോയുടെ വാസസ്ഥലം, എല്ലാത്തിനും ചിത്രം വരച്ചതുപോലൊരു ഭംഗിയുണ്ട്. പിന്നെ സിനിമയിലെ മ്യൂസിക് അതും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് താക്കോൽ എന്ന ആ പാട്ട്. ചില സംഭവങ്ങളൊക്കെ വളരെ കൺവീനിയന്റ് ആയി സംഭവിക്കുന്നു എന്നത് മാത്രമാണ് ചെറിയൊരു നെഗറ്റീവായി തോന്നിയത്. മറ്റെല്ലാം കൊണ്ടും വളരെ നല്ലൊരു സിനിമാനുഭവമാണ് ബാലൻ. വളരെ നല്ലത് എന്നാൽ വളരെ പ്ലസന്റ് എന്ന അർത്ഥമില്ല. കുറച്ചൊക്കെ ഹോൺ ചെയ്യുന്ന, ചില മിക്സ്ഡ് ഇമോഷൻ സമ്മാനിക്കുന്ന, നമ്മുടെ മൊറാലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യിപ്പിച്ച് കളയുന്ന, ആശയക്കുഴപ്പം തരുന്ന ഒരു സിനിമയാണ് ബാലൻ എന്ന് പറയാം. അവസാനം അമ്മയും മകനും ഒരുമിക്കുമ്പോഴും അത്രയും ചെറുപ്പത്തിൽ തന്നെ പല ജീവിതങ്ങൾ ജീവിക്കേണ്ടി വന്ന പേരില്ലാത്ത ബാലനെ ഓർത്ത് ഒരു നോവാണ് നമുക്ക് തോന്നുക. കാരണം നമുക്കറിയാം ഇനിയും അവന് പല പേരുള്ള ജീവിതങ്ങൾ ജീവിക്കേണ്ടി
വരുമെന്ന്. അപ്പോൾ എന്താണ് ബാലൻ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.